ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും പരിചിതവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണ് ഇത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം വലിപ്പമുള്ള 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 200 ഗ്രാം മൈദ ഇടുക. അതിലേക്ക് ലേശം ഫുഡ് കളറും 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. അത്ര ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. അത്യാവശ്യം കട്ടിയായിട്ടായിരിക്കണം ഈ ബാറ്റർ റെഡിയാക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഏത്തക്കായ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ 3 പഴവും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ആവശ്യമായ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ ആ ബാറ്ററിൽ മുക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമാണ് ഏത്തക്ക ഇടേണ്ടത് കേട്ടോ. നമ്മൾ എടുക്കുന്ന പാത്രം അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരേ സമയം തന്നെ ഒരു 3-4 എണ്ണം നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാൻ പറ്റും. 2 സൈഡും തിരിച്ചും മറിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ലൊരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് വറുത്തുകോരി മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏത്തപ്പഴം കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കാം. അവർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ വൈകുന്നേരം ചായക്കൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇത്. നമ്മുടെ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏത്തക്ക എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഏത്തക്കയാണെങ്കിൽ പഴംപൊരി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.